ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനീസ് വോയ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനായി എത്തിയ മിറാഷ് എന്ന സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കിരൺ എന്നൊരാൾ കോയമ്പത്തൂരിൽ നിന്നും ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായി കാണിക്കുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ പാലക്കാട് വെച്ച് ഒരു ട്രെയിൻ പാളം തെറ്റി 3 ബോഗികൾ പുഴയിലേക്ക് വീണതായി വാർത്തയിൽ കാണിക്കുകയാണ്. അതേസമയം നമ്മുടെ ഈ സിനിമയിലെ നായകനായ അശ്വിനെയും കാണിക്കുകയാണ്. അശ്വിൻ ആണെങ്കിൽ പ്യൂർ ഫാക്ട്സ് എന്നൊരു യൂട്യൂബ് ചാനലും വെച്ചിട്ടുണ്ട്. അശ്വിന്റെ യൂട്യൂബ് ചാനലിലും ആ ട്രെയിൻ ആക്സിഡന്റിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകണ്ട് അശ്വിന്റെ കൂടെയുള്ള കൂട്ടുകാരൻ അശ്വിനോട് പറയുകയാണ്, ഇങ്ങനെയുള്ള വാർത്തകൾ കാണിച്ചാലൊന്നും സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടാൻ പോകുന്നില്ല. എന്തെങ്കിലും അഴിമതി കഥകളൊക്കെ ആണെങ്കിൽ ചാനൽ ചുമ്മാ നിന്ന് കത്തും. അതുപോട്ടെ, നീ കുറെ നാള് ആ രാജ്കുമാറിന്റെ പുറകെ നടന്നതല്ലേ, ആ സ്റ്റോറി ഇപ്പോൾ എന്തായി? അതേസമയം സീൻ കട്ടായി ഇപ്പോൾ പറഞ്ഞ രാജ്കുമാറിനെ കാണിക്കുകയാണ്. ഈ രാജ്കുമാർ എന്നയാൾ വലിയൊരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്. രാജ്കുമാറിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റം എഞ്ചിനീയറായ അനന്ത് വന്നിട്ട് പറയുകയാണ്, സാർ, കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യത്തിനായി മധുര ബ്രാഞ്ചിൽ പോയിരുന്നു. ആ സമയം നമ്മുടെ അൺഒഫീഷ്യൽ ക്ലൗഡ് ബാക്കപ്പ് ഡേറ്റ എല്ലാം നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കിരൺ ഡൗൺലോഡ് ചെയ്തെടുത്തു. അത് കേട്ട് രാജ്കുമാറിന് കലിപ്പായെങ്കിലും നീ പൊക്കോളൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അനന്തുവിനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. ആ സമയം നമ്മുടെ ഈ സിനിമയിലെ നായികയായ അഭിരാമിയെ കാണിക്കുകയാണ്. അഭിരാമിയും രാജ്കുമാറിന്റെ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അഭിരാമി തന്റെ കൂട്ടുകാരി ഋത്തികയെയും കൂട്ടി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ വന്നിരിക്കുകയാണ്. എന്തിനെന്നാൽ അഭിരാമിയും കിരണും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി കിരണെ കാണാനില്ല. മാത്രവുമല്ല, കിരണിന്റെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫുമാണ്. അതിനാൽ കിരൺ മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അഭിരാമിയും ഋത്തികയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം അഭിരാമിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ട്രെയിനിൽ കിരണും ഉണ്ടായിരുന്നെന്നും ആ മരിച്ചവരുടെ കൂട്ടത്തിൽ നിന്നും കിരണിനെ തിരിച്ചറിയുന്നതിനും വേണ്ടിയാണ് അഭിരാമിയെ വിളിച്ചിരിക്കുന്നത്. അപകടം നടന്ന് 3-4 ദിവസം കഴിഞ്ഞിരുന്നതിനാൽ തന്നെ ശരീരമെല്ലാം അഴുകാൻ തുടങ്ങിയിരുന്നു. എങ്കിലും ID കാർഡും ഡ്രസ്സും ഓർണമെന്റ്സും എല്ലാം വെച്ച് കിരണിന്റെ ബോഡി അവർ തിരിച്ചറിഞ്ഞു. അതേസമയം രാജ്കുമാറിനെ കാണിക്കുകയാണ്. രാജ്കുമാർ തന്റെ വലം കൈയായ റിയാസിനെ വിളിച്ചിട്ട് പറയുകയാണ്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കിരൺ ഓഫീസിലെ രേഖകളെല്ലാം ഒരു ഹാർഡ് ഡിസ്കിൽ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയി. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ട്രെയിൻ ആക്സിഡന്റിൽ കിരൺ മരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രശ്നം എന്തെന്നാൽ നമുക്കിതുവരെ ആ ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഹാർഡ് ഡിസ്കിലുള്ള രേഖ എങ്ങാനും പുറത്ത് ലീക്കായാൽ എന്റെ സാമ്രാജ്യം മാത്രമല്ല ഞാനും ഇല്ലാതാകും. അതിന് റിയാസ്, സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവൻ നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള അഭിരാമി എന്ന ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായിരുന്നു. അവളോട് അന്വേഷിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയേക്കാം. അതിന് രാജ്കുമാറും, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എനിക്ക് ആ ഹാർഡ് ഡിസ്ക് കിട്ടിയാൽ മതി. അതേസമയം അഭിരാമിയെ കാണിക്കുകയാണ്. അഭിരാമി ആണെങ്കിൽ കിരൺ മരിച്ച സങ്കടത്തിൽ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അഭിരാമിയുടെ കൂടെയാണെങ്കിൽ അഭിരാമിയുടെ കൂട്ടുകാരി ഋത്തികയും ഉണ്ടായിരുന്നു. ആ സമയം SP ആറുമുഖം അഭിരാമിയെ കാണാനായി വരികയാണ്. SP ആറുമുഖം അഭിരാമിയോട് പറഞ്ഞു, ഞാൻ കിരണിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ്. കിരൺ ആ ആക്സിഡന്റ് ആയ ട്രെയിനിൽ എവിടേക്കാണ് പോയതെന്നറിയാമോ? അതിന് അഭിരാമി, സാർ, അവൻ എന്നോട് ചെന്നൈയിൽ ഒരു മീറ്റിംഗിനായി പോവുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ചെന്നൈയിലേക്ക് പോയ അവൻ എങ്ങനെയാണ് പാലക്കാട് എത്തിയതെന്ന് എനിക്കറിയില്ല. അതിന് ആറുമുഖം, കിരണിന്റെ കയ്യിൽ വളരെ സെൻസിറ്റീവ് വിഷയങ്ങൾ അടങ്ങിയ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ മിസ്സിംഗ് ആണ്. ഞങ്ങൾ കിരണിന്റെ ഫ്ലാറ്റ് മുഴുവൻ അരിച്ചു പിറക്കി, എന്നാൽ അതിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഹാർഡ് ഡിസ്ക് നിങ്ങളെ എങ്ങാനും ഏൽപ്പിച്ചോ എന്നറിയാനാണ് ഞാൻ വന്നത്. അതിന് അഭിരാമി, സാർ, അങ്ങനെ ഒരു ഹാർഡ് ഡിസ്കും കിരൺ എനിക്ക് തന്നിട്ടില്ല. മാത്രവുമല്ല, ഹാർഡ് ഡിസ്കിനെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. അതിന് അറുമുഖം, ഓക്കെ, ആ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. SP ആറുമുഖം അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ അവിടേക്ക് നമ്മുടെ അശ്വിൻ വരികയാണ്. അശ്വിൻ അഭിരാമിയോട് പറയുകയാണ്, എന്റെ പേര് അശ്വിൻ, ഞാനൊരു ഓൺലൈൻ ഇൻവെസ്റ്റിഗേറ്റർ റിപ്പോർട്ടർ ആണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്കുമാറിന്റെ ഓഫീസിൽ ധാരാളം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം നിങ്ങളുടെ ബോയ് ഫ്രണ്ട് കിരൺ ഒരു ഹാർഡ് ഡിസ്കിൽ കോപ്പി ചെയ്ത് ഇപ്പോൾ നിങ്ങളെ കാണാൻ വന്ന SP ആറുമുഖത്തിന് കൊടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. എന്നാൽ ആ ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നതിന് മുമ്പ് കിരൺ മരിക്കുകയും ചെയ്തു. ആ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് അന്വേഷിക്കാനല്ലേ SP ആറുമുഖം ഇപ്പോൾ ഇവിടേക്ക് വന്നത്. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ടത് SP ആറുമുഖത്തെയല്ല, തന്റെ കമ്പനിയിൽ നിന്നും വിവരങ്ങൾ ചോർന്ന കാര്യം രാജ്കുമാർ അറിഞ്ഞിട്ടുണ്ട്. അതിനാൽ രാജ്കുമാറിന്റെ ആൾക്കാർ ഉറപ്പായും നിങ്ങളെ കാണാൻ വരും. അതിനാൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറയുകയാണ്. അതെല്ലാം കേട്ട് അഭിരാമിയുടെ കൂട്ടുകാരി ഋത്തിക, ഇതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്ക് നിന്റെ സഹായമൊന്നും വേണ്ട എന്നും പറഞ്ഞ് അശ്വിനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അശ്വിൻ പോയി കഴിഞ്ഞപ്പോൾ ഋത്തിക അഭിരാമിയോട്, ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഋത്തിക അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ അഭിരാമിയുടെ അടുത്തേക്ക് രാജ്കുമാറിന്റെ വലങ്കയായ റിയാസ് വന്ന് അഭിരാമിയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ട് ആ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അതിന് അഭിരാമിയും, സത്യമായിട്ടും എനിക്ക് ആ ഹാർഡ് ഡിസ്കിനെ കുറിച്ചൊന്നും അറിയില്ല, കിരൺ എന്നോട് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അതിന് റിയാസ്, നിനക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം, അതിനു മുമ്പ് എനിക്ക് ആ ഹാർഡ് ഡിസ്ക്
കണ്ടുപിടിച്ചു തരണം. ഇത് പോലീസിലെങ്ങാനും അറിയിക്കാൻ ശ്രമിച്ചാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാകില്ല എന്നും പറഞ്ഞ് റിയാസ് അവിടെ നിന്നും പോവുകയാണ്. റിയാസ് അവിടെ നിന്നും പോയതും വീണ്ടും അവിടേക്ക് നമ്മുടെ അശ്വിൻ വരികയാണ്. അശ്വിൻ ആണെങ്കിൽ റിയാസ് വന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതിനാൽ അശ്വിൻ അഭിരാമിയോട് പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ രാജ്കുമാറിന്റെ ആൾക്കാർ ഉറപ്പായും ഇവിടേക്ക് വരുമെന്ന്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ അഭിരാമിയും അതിനോക്കെ പറയുകയാണ്. അങ്ങനെ അഭിരാമി അശ്വിനോട് പറയുകയാണ്, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ഒരു ബാങ്കിൽ കിരൺ എന്റെ പേരിൽ ഒരു ലോക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോക്കറിൽ എങ്ങാനുമാണോ ഇനി ഹാർഡ് ഡിസ്ക് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവർ ആ ബാങ്കിൽ പോയി ആ ലോക്കറിൽ എന്താണ് ഉള്ളതെന്ന് നോക്കുകയാണ്. ആ ലോക്കറിൽ നിന്നും അവർക്ക് കുറെ നമ്പറുകളൊക്കെയുള്ള ഒരു കീ മാത്രമാണ് കിട്ടിയത്. അവർ ആ കീ അവിടെയുള്ള ബാങ്ക് മാനേജറിനെ കാണിച്ചിട്ട് ഈ കീ ഏതെങ്കിലും ലോക്കറിന്റെ കീ ആണോ എന്ന് ചോദിക്കുകയാണ്. അതിന് ബാങ്ക് മാനേജറും ഈ കീ കണ്ടിട്ട് ബാങ്ക് ലോക്കറിന്റെ കീ പോലെ തോന്നുന്നില്ല, ഇത് വേറെ എന്തിന്റെയെങ്കിലും കീ ആയിരിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം അശ്വിൻ ആ കീയുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അഭിരാമിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഇതൊരു പ്രൈവറ്റ് ലോക്കർ കമ്പനിയുടെ കീ ആണ്. ഈ കീയിലെ ആദ്യത്തെ 6 നമ്പർ ഈ ലോക്കർ ഇരിക്കുന്ന ലൊക്കേഷനിലെ പിൻകോഡാണ്. അവസാനത്തെ 3 നമ്പറാണ് ലോക്കറിന്റെ നമ്പർ. ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ള ലോക്കറിന്റെ കീ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് അഭിരാമി, അപ്പോൾ ആ ലോക്കറിൽ നിന്നും എന്തെങ്കിലും എടുക്കുന്നതിന് വേണ്ടിയായിരിക്കും കിരൺ എന്ന ട്രെയിനിൽ പോയത്. അതിന് അശ്വിൻ, ആ ലോക്കറിൽ നിന്നും എന്തെങ്കിലും എടുക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ആ കീയും കൊണ്ടുപോകേണ്ടതല്ലേ. അതിന് അഭിരാമി പറയുകയാണ്, ഒരുപക്ഷെ അവന്റെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടെങ്കിലോ. എന്തായാലും നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോയി ആ ലോക്കറിനകത്ത് എന്താണുള്ളതെന്നൊന്ന് നോക്കിയാലോ. അതിന് അശ്വിൻ, അത് കുറച്ച് റിസ്ക് ആണ്. ആ രാജ്കുമാറിന്റെ ആൾക്കാരും പോലീസും എപ്പോഴും നമ്മുടെ പുറകെ തന്നെയുണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ചു പോകണമെങ്കിൽ ഒരു വഴിയുണ്ട്. കോഴിക്കോട് പോകുമ്പോൾ നിന്റെ ഫോൺ എടുക്കേണ്ട. നിന്റെ ഫോൺ ഒരുപക്ഷെ പോലീസുകാർ ട്രേസ് ചെയ്യുന്നുണ്ടാകും. അതിനാൽ നിന്റെ ഫോൺ നിന്റെ കാറിൽ ഇട്ടിട്ട് നിന്റെ കൂട്ടുകാരി ഋത്തികയോട് ആ കാറുമായി ടൗണിലേക്ക് ഒന്ന് പോകാൻ പറയണം. ആ സമയം നമുക്ക് എന്റെ കാറിൽ കോഴിക്കോട്ടേക്ക് പോകാം. അങ്ങനെ അന്ന് രാത്രി തന്നെ അവർ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴി അഭിരാമി ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ട അശ്വിൻ അഭിരാമിയോട് പറയുകയാണ്, താൻ പേടിക്കുകയൊന്നും വേണ്ട. ആ ലോക്കർ തുറക്കുമ്പോൾ ഡ്രൈവ് ഉറപ്പായും അതിനകത്ത് തന്നെ ഉണ്ടാകും. കാരണം ഇങ്ങനെ ഒരിടത്ത് കിരൺ അല്ലെങ്കിൽ ലോക്കർ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കിരണിന്റെ പ്ലാൻ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഭാഗ്യമില്ലാതായി പോയി. നാളെ ആ ലോക്കർ തുറന്ന് അതിൽ നിന്നും ഡ്രൈവ് എടുത്ത് രാജ്കുമാറിന് കൊടുക്കുന്നതോടുകൂടി തന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. അതിന് അഭിരാമി, അപ്പോൾ പോലീസിനോട് എന്ത് പറയും? അതിന് അശ്വിൻ, പോലീസുകാരോട് ആ ഡ്രൈവ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ മതി. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പോയി കണ്ടുപിടിക്കട്ടെ. അങ്ങനെ കോഴിക്കോടെത്തി അവർ ആ ലോക്കർ തുറന്നു നോക്കുകയാണ്. അവർക്ക് ആ ലോക്കറിൽ നിന്നും കുറച്ച് പണവും കുറെ ഫോട്ടോസും പിന്നെ കിരണിന്റെ അമ്മയുടെ പേരിലുള്ള ഒരു ചെക്ക് ബുക്കുമാണ് കിട്ടിയത്. ആ ഹാർഡ് ഡിസ്ക് ആ ലോക്കറിൽ ഉണ്ടായിരുന്നില്ല. ആ ലോക്കറിൽ നിന്നും കിട്ടിയ ചെക്ക് ബുക്കിലെ അഡ്രസ് വെച്ച് അവർ കിരണിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അവിടെ കിരണിന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയാണെങ്കിൽ കിരൺ മരിച്ച കാര്യമൊന്നും അറിഞ്ഞിട്ടുമില്ല. അപ്പോഴാണ് അഭിരാമി അവിടെ കിരണിന്റെ കുട്ടിക്കാലത്തുള്ള ഒരു ഫോട്ടോ കാണുന്നത്. ആ ഫോട്ടോയിലാണെങ്കിൽ അമൽ എന്നായിരുന്നു പേരെഴുതിയിരുന്നത്. അത് കണ്ട അഭിരാമി കിരണിന്റെ അമ്മയോട് കിരണിന് ചെറുപ്പത്തിൽ അമൽ എന്നായിരുന്നു പേര് എന്ന് ചോദിക്കുകയാണ്. അതുവരെ സന്തോഷത്തോടെ അവരോട് പെരുമാറിക്കൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന് അത് കേട്ടതും അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അതിനാൽ തന്നെ അവർക്ക് അമ്മയോട് കിരണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചറിയാനും കഴിഞ്ഞില്ല. അങ്ങനെ അശ്വിൻ അഭിരാമിയോട് പറയുകയാണ്, നമുക്ക് നാളെയും കൂടി കിരണിന്റെ അമ്മയെ ഒന്ന് കാണണം. ഒരുപക്ഷെ കിരണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നാളെ അമ്മയിൽ നിന്നും അറിയാൻ കഴിഞ്ഞേക്കും. അങ്ങനെ അവർ അവിടെയുള്ള ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണ്. അപ്പോഴാണ് അവരുടെ റൂമിലേക്ക് രാജ്കുമാറിന്റെ വലങ്കൈയായ റിയാസ് കയ്യിൽ ഒരു തോക്കുമായി വരുന്നത്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ആ ലോക്കറിൽ നിന്നും കിട്ടിയ ഹാർഡ് ഡിസ്ക് ഇങ്ങ് തന്നേക്ക്. ഇല്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഇവിടെ നിന്നും പോകില്ല. അതിന് അഭിരാമി, ചേട്ടാ ആ ലോക്കറിൽ നിന്നും ഹാർഡ് ഡിസ്ക് ഒന്നും കിട്ടിയില്ല. കുറെ ഫോട്ടോസും കുറച്ച് പണവും മാത്രമേ ആ ലോക്കറിൽ നിന്നും കിട്ടിയുള്ളൂ എന്നും പറഞ്ഞ് ആ ലോക്കറിൽ നിന്നും കിട്ടിയ സാധനങ്ങളെല്ലാം റിയാസിനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിന് റിയാസ് എത്രയും വേഗം ആ ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ച് തരണമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. എന്നാലും ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് ആരും അറിയാതെ കോഴിക്കോടേക്ക് വന്ന അഭിരാമിയെയും അശ്വിനെയും റിയാസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മാത്രം മനസ്സിലാകുന്നുമില്ല. അപ്പോഴാണ് അഭിരാമി അശ്വിനോട് കിരണിന് ഇവിടെ അടുത്തായി ഒരു കോട്ടേജ് ഉള്ള കാര്യം പറയുന്നത്. ഇനി കിരൺ എങ്ങാനും ആ ഹാർഡ് ഡിസ്ക് ആ കോട്ടേജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാകുമോ? അങ്ങനെ അടുത്ത ദിവസം അശ്വിനും അഭിരാമിയും കിരണിന്റെ ആ കോട്ടേജിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ആ കോട്ടേജിനകത്ത് കയറി അതിനുള്ളിൽ എന്താണുള്ളതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരോ ഒരാൾ ആ കോട്ടേജ് പുറത്തു നിന്നും പൂട്ടി ആ കോട്ടേജിന് മുകളിലെല്ലാം പെട്രോളും ഒഴിച്ച് കോട്ടേജിന് തീ വെക്കുന്നത്. ഇപ്പോഴാണ് ഈ പടത്തിലെ ഒരു ട്വിസ്റ്റ്. അതായത് ആ കോട്ടേജിന് തീ വെച്ചത് ആരാണെന്നല്ലേ? ഇത്രയും നേരം നമ്മളെല്ലാവരും മരിച്ചു എന്ന് കരുതിയ കിരണായിരുന്നു അത്. അങ്ങനെ ഒരു തരത്തിൽ അഭിരാമിയും അശ്വിനും ആ കോട്ടേജിൽ നിന്നും രക്ഷപ്പെടുകയാണ്. എന്നാൽ ആ സംഭവത്തിൽ നമ്മുടെ അഭിരാമി നല്ലതുപോലെ പേടിച്ചിരുന്നു. അതിനാൽ തന്നെ അഭിരാമിയെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അഭിരാമിയുടെ കൂട്ടുകാരി ഋത്തികയും അവിടേക്ക് വന്നിരിക്കുകയാണ്. ഋത്തിക അവരോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അതിന് അശ്വിൻ, എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞങ്ങൾ കയറിയ ആ കോട്ടേജിന് തീ വെച്ചത് കിരൺ ആകാനാണ് സാധ്യത. അതായത് ആ കോട്ടേജിനകത്ത് ആരോ താമസിക്കുന്നുണ്ടായിരുന്നു. അതിന് ഋത്തിക, നീ വെറുതെ ഓരോരോ ഇമാജിനേഷൻ പറയരുത്. കിരണിന്റെ ബോഡി ഞാനും ഈ അഭിരാമിയും ചേർന്നാണ് ഡിസ്പോസ് ചെയ്തത്. അതിന് അശ്വിൻ,
നിങ്ങൾ ആ ബോഡി തിരിച്ചറിഞ്ഞത് ആ ബോഡിയിൽ ഉണ്ടായിരുന്ന ഡ്രസ്സും പേഴ്സും ID കാർഡും എല്ലാം വെച്ചല്ലേ, അല്ലാതെ ആളെ തിരിച്ചറിഞ്ഞിട്ടല്ലോ. ഈ ട്രെയിൻ ആക്സിഡന്റ് നടന്ന സ്ഥലത്തു നിന്നും കിരണിന്റെ ഡെഡ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് നല്ല സംശയം തോന്നിയതാണ്. കാരണം ഞാൻ കുറെ നാളായി ഈ കിരണിന്റെ പുറകെയാണ്. ആദ്യം ഞാൻ കരുതിയത് രാജ്കുമാറിന്റെ ആൾക്കാർ കിരണെ കൊന്നിട്ട് ബോഡി അവിടെ കൊണ്ട് ഇട്ടതായിരിക്കാമെന്നാണ്. പക്ഷേ ഇപ്പോഴെന്റെ സംശയം അവൻ മരിച്ചുവെന്ന് മറ്റുള്ളവരെല്ലാം വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അതിന് ഋത്തിക കിരൺ മരിച്ചെന്ന് പറഞ്ഞത് കള്ളമാണെന്നോ? അവൻ എന്തിനാണ് കള്ളം പറയുന്നത്? അതിന് അശ്വിൻ അതിനുള്ള ഉത്തരം പറയേണ്ടത് ഞാനല്ല, അഭിരാമിയാണ്. കാരണം അഭിരാമി നമ്മളിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അവൾക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അഭിരാമി പറയുകയാണ്, ഞാൻ മറച്ചുവെച്ചു എന്നത് സത്യമാണ്, പക്ഷേ കിരൺ ജീവിച്ചിരിപ്പുണ്ടെന്ന് സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. ആ ഹാർഡ് ഡിസ്കിന്റെ കാര്യവും SP-യുമായിട്ടുള്ള കിരണിന്റെ പ്ലാനിനെ കുറിച്ചെല്ലാം എനിക്കറിയാമായിരുന്നു. മാത്രവുമല്ല കിരണിന്റെ കൂടെ നിന്ന് ഞാനാണ് ഞങ്ങളുടെ കമ്പനിയിലുള്ള സിസ്റ്റം എഞ്ചിനീയറായ അനന്തുവിന് 1 കോടി രൂപ കൊടുക്കാമെന്നും പറഞ്ഞ് കമ്പനിയിലെ വിവരങ്ങളെല്ലാം ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തത്. ഡാറ്റയെല്ലാം കോപ്പി ചെയ്ത ഉടൻ തന്നെ അനന്തുവിനുള്ള 1 കോടി രൂപ കിരൺ കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഡാറ്റയെല്ലാം കോപ്പി ചെയ്ത് കഴിഞ്ഞതും പൈസ പിന്നെ തരാമെന്നും പറഞ്ഞ് കിരൺ ഹാർഡ് ഡിസ്കുമായി പോവുകയായിരുന്നു. അനന്തുവിന് പറഞ്ഞ പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ ഞാനും കിരണും തമ്മിൽ ചെറിയ വഴക്കു വരെ ഉണ്ടായി. അതിനുശേഷം ഞാൻ കിരണിനെ കാണുന്നത് ആ ഡെഡ് ബോഡി ആയിട്ടാണ്. കിരണിന്റെ പ്ലാനിനെ കുറിച്ച് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നാൽ ഡ്രൈവും എന്റെ കയ്യിലുണ്ടാകുമെന്ന് എല്ലാവരും കരുതിയേനെ. അതിനാലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് മറച്ചു വെച്ചതും. എന്നാലും എല്ലാത്തിനും അവന്റെ ഒപ്പം കൂടെ നിന്ന എന്നെ എന്തിനാണ് അവൻ കൊല്ലാൻ നോക്കിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അതിന് അശ്വിൻ പറയുകയാണ്, അതായത് കിരൺ നിന്നെ ഇത്രയും നാളും സ്നേഹിക്കുകയായിരുന്നില്ല, മറിച്ച് അവൻ നിന്നെ യൂസ് ചെയ്യുകയായിരുന്നു. അതായത് ഹാർഡ് ഡിസ്ക് അവൻ എടുത്തിട്ട് അതിന്റെ പഴി മുഴുവൻ നിന്റെ മേലെ ഇടാനായിരുന്നു അവന്റെ പ്ലാൻ. അതിനുവേണ്ടിയാണ് കിരൺ നിന്റെ പേരിൽ പുതിയതായി ബാങ്ക് ലോക്കറും എടുത്തത്. ഒരുപക്ഷെ അവൻ ഇപ്പോൾ ഈ രാജ്യം തന്നെ വിടാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഇപ്പോഴാണ് ഈ സിനിമയിലെ അടുത്ത ട്വിസ്റ്റ്. അതായത് നമ്മുടെ അഭിരാമിയുടെ കൂട്ടുകാരി ഋത്തിക്കയാണ് രാജ്കുമാറിന്റെ വലങ്കയായ റിയാസിനെ ഇവരുടെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് റിയാസ് അശ്വിനും അഭിരാമിയും ആരും അറിയാതെ കോഴിക്കോടേക്ക് വന്നപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നതും. അങ്ങനെ അശ്വിൻ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ അഭിരാമിയെയും കൂട്ടുകാരി ഋതുവിനെയും തന്റെ ഒരു കൂട്ടുകാരന്റെ ഫാം ഹൗസിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അതേസമയം കിരണിനെ കാണിക്കുകയാണ്. കിരൺ ഇവിടെ തന്റെ ഒരു കൂട്ടുകാരൻ പ്രകാശിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രകാശും രാജ്കുമാറിനെ പോലെ തന്നെ മണി ലോണ്ടറിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രകാശിന് തന്റെ ബിസിനസ്സിൽ ആകെയുള്ള ഒരു എതിരാളി രാജ്കുമാറാണ്. അതിനാൽ രാജ്കുമാറിനെ ഇല്ലാതാക്കി രാജ്കുമാറിന്റെ സാമ്രാജ്യം കൈക്കലാക്കുക എന്നതായിരുന്നു പ്രകാശിന്റെ ലക്ഷ്യം. കിരൺ ആണെങ്കിൽ SP-ക്ക് വേണ്ടി രാജ്കുമാറിന്റെ ഓഫീസിൽ നിന്നും എടുത്ത ഡേറ്റാസ് എല്ലാം പൈസയ്ക്ക് വേണ്ടി പ്രകാശിനാണ് കൊടുത്തത്. പ്രകാശ് കിരണിനോട് ചോദിക്കുകയാണ്, അത്രയും പോലീസുകാർക്കും രാജ്കുമാറിന്റെ ആൾക്കാർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത നിന്നെ ആ ഒരു പെണ്ണ് കണ്ടുപിടിച്ചല്ലേ? അതിനു കിരൺ, അതെ, നമ്മുടെ ഡീല് കഴിഞ്ഞാലുടൻ ഞാൻ ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവളുടെ കണക്ക് മുഴുവൻ തീർത്തിട്ട് ഇവിടെ നിന്നും പോകൂ. അങ്ങനെ അവർ കിരണിന്റെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ആ ഹാർഡ് ഡിസ്കിനകത്ത് ഒന്നുമില്ല എന്നുള്ള കാര്യം അവരറിയുന്നത്. അത് കണ്ട് പ്രകാശ് കിരണിനോട്, അടിപൊളി, ആ പെണ്ണ് നിന്നെ വീണ്ടും പറ്റിച്ചുവല്ലേ? അതിനു കിരൺ, ഇത് ചെയ്തത് അഭിരാമിയല്ല, രാജ്കുമാറിന്റെ ഓഫീസിലെ സിസ്റ്റം എഞ്ചിനീയർ ആയ അനന്തുവാണ്. അവനാണ് എനിക്ക് ഈ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്തു തന്നത്. അവൻ ഡേറ്റ എടുത്തു തരുന്നതിന് 1 കോടി രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പൈസ കൊടുക്കാത്തതിനാൽ അവനായിരിക്കും ഈ പണി തന്നത്. അങ്ങനെ പ്രകാശ് തന്റെ ആൾക്കാരെ അനന്തുവിനെ കണ്ടെത്താനായി പറഞ്ഞു വിടുകയാണ്. അതേസമയം കിരൺ പ്രകാശിനോട് പറയുകയാണ്, ഞാൻ അനന്തുവിനെ വിളിച്ചൊന്ന് സംസാരിച്ചാലോ? അതിന് പ്രകാശ്, അത് വേണ്ട, നീ ജീവനോടെ ഉണ്ടെന്ന് അനന്തു അറിയുന്നത് അപകടമാണ്. അതിനാൽ ഞാൻ അനന്തുവിനെ വിളിച്ച് സംസാരിക്കാം എന്നും പറഞ്ഞ് പ്രകാശ് അനന്തുവിനെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് അനന്തുവിനോട്, ഞാൻ അഭിരാമിയുടെ ഫ്രണ്ടാണ്, നിനക്കന്ന് ഡേറ്റ എല്ലാം എടുത്തു തന്നതിന് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ പൈസ ഞാൻ എങ്ങനെയാണ് തരേണ്ടതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് അനന്ത് തന്റെ ഫോൺ കട്ട് ചെയ്ത് ഫോണിലുണ്ടായിരുന്ന സിം ഊരി കളയുകയാണ്. അതേസമയം അശ്വിനെ അഭിരാമിയും ഒക്കെ കാണിക്കുകയാണ്. അശ്വിൻ അഭിരാമിയുടെ അടുത്ത് വന്നിട്ട്, അഭിരാമി, നമുക്ക് അനന്തുവിനെ ഒന്ന് പോയി കണ്ടാലോ? ഒരുപക്ഷെ ആ ഹാർഡ് ഡിസ്ക് അവനെ കൊണ്ട് ട്രാക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും. അങ്ങനെ അവർ അനന്തുവിനെ കാണാനായി പോവുകയാണ്. എന്നാൽ അനന്തുവിനെ കാണാൻ പോയ അവരെ SP-യുടെ ആൾക്കാർ പിടികൂടുകയാണ്. അങ്ങനെ അശ്വിനെയും അഭിരാമിയും ഋതുവിനെയും SP ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. SP അഭിരാമിയോട് കിരണിന് ട്രെയിൻ അപകടമുണ്ടായി മരിച്ച ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതിന് അഭിരാമി, ഞാൻ എല്ലാ ദിവസവും പോലെ തന്നെ ജോലിക്ക് പോയി. അടുത്ത ദിവസം എനിക്ക് അവധിയായിരുന്നതിനാൽ വൈകുന്നേരം ഞാൻ നേരെ ഋതുവിന്റെ വീട്ടിലേക്കാണ് പോയത്. അടുത്ത ദിവസം രാവിലെയാണ് എന്റെ വീട്ടിലേക്ക് പോയത്. അത് കേട്ട് SP, പിന്നെ എങ്ങനെയാണ് ട്രെയിൻ അപകടം നടന്ന സ്ഥലത്ത് നിങ്ങളുടെ കാർ വന്നതെന്നും ചോദിച്ച് കുറെ CCTV ദൃശ്യങ്ങൾ അവരെ കാണിക്കുകയാണ്. ഇപ്പോഴാണ് ഈ സിനിമയിലെ അടുത്ത ട്വിസ്റ്റ്. അഭിരാമി പറയുകയാണ്, സാറിനെ കാണാനായി കിരണാണ് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അത് കേട്ട് SP-യുടെ കിളി തന്നെ പോയി. എന്നെ കാണാനോ? അതിന് അഭിരാമി, അതെ, കിരൺ എന്റെ മുമ്പിൽ വെച്ച് തന്നെ സാറിനെ ഫോൺ ചെയ്ത് സംസാരിച്ചതാണ്. സാർ എന്ന് പറഞ്ഞത് രാജ്കുമാർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, അതിനാൽ നിങ്ങൾ അവിടെ നിൽക്കുന്നത് സേഫ് അല്ല, ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ പോവുകയാണ്, അതിനാൽ എത്രയും വേഗം ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് വരണം എന്നായിരുന്നു അന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാനും കിരണും അവിടേക്ക് വന്നത്. അത് ശരിക്കും സാർ വിളിച്ച കോൾ ആയിരുന്നില്ല. കിരൺ തന്റെ കൂട്ടുകാരൻ പ്രകാശിന്റെ നമ്പർ SP-യുടെ പേരിൽ സേവ് ചെയ്തിട്ട് പ്രകാശിനെ കൊണ്ട് വിളിപ്പിച്ച കോൾ ആയിരുന്നു അതെന്ന് എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. കാരണം എന്നെ കൊലപ്പെടുത്തുന്ന
നടത്തുന്നതിന് വേണ്ടിയാണ് കിരൺ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ അവിടെ നടന്ന പോരാട്ടത്തിൽ എന്റെ അടി കൊണ്ട് കിരൺ വീഴുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അതായത് എന്റെ അടിയേറ്റ് വീണ കിരൺ മരിച്ചിരുന്നു. കിരൺ മരിച്ചെന്ന് മനസ്സിലാക്കിയ ഞാൻ കിരണിന്റെ ബോഡി അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴയിൽ തള്ളിയിട്ട് അവിടെ നിന്നും തിരികെ പോരുകയും ചെയ്തു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ SP അഭിരാമിയോട് പറയുകയാണ്, അന്ന് പുഴയിൽ നിന്നും കിട്ടിയ കിരണിന്റെ ബോഡി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നു. അതിൽ നിന്നും മരിച്ചത് കിരണല്ല എന്ന് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായിരുന്നു. അതിനാൽ നിങ്ങൾ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല, ധൈര്യമായിട്ടും പോയിക്കോളൂ. കിരൺ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. എന്തായാലും കിരൺ മരിച്ചിട്ടില്ല എന്നുള്ള അവരുടെ തോന്നലിന് ഒരു കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അഭിരാമി SP-യോട് പറയുകയാണ്, സാർ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കാണാൻ വരുന്നത് ഞങ്ങൾക്ക് അപകടമാണ്. ആ രാജ്കുമാറിന്റെ ആൾക്കാർ എപ്പോഴും ഞങ്ങളുടെ പുറകെ തന്നെയുണ്ട്. അതിന് SP, രാജ്കുമാറിന്റെ ആൾക്കാർ നിങ്ങളുടെ പുറകെയല്ല, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നും പറഞ്ഞ് ഋതിക രാജ്കുമാറിന്റെ ആൾക്കാരോട് അഭിരാമിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന്റെ കോൾ റെക്കോർഡ് അവരെ കേൾപ്പിക്കുകയാണ്. SP അഭിരാമിയോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിയെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അവൾ അവളുടെ സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ്. അവൾ രാജ്കുമാറിന്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും നിങ്ങളെ അവരുടെ കയ്യിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതിന് ഋതിക, അവർ എന്റെ ഫാമിലിയെ വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു, അതിനാലാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ്. അങ്ങനെ SP അശ്വിനോട് ചോദിക്കുകയാണ്, ഇവർക്കെല്ലാം പറയാൻ ഓരോ കഥകളുണ്ട്, നിനക്കും ഇതുപോലെ എന്തെങ്കിലും കഥയുണ്ടോ? അല്ലാതെ നീ നിന്റെ ജീവൻ പണയം വെച്ച് ഒരു ന്യൂസിന് വേണ്ടി മാത്രം ഇവരുടെ കൂടെ നിൽക്കില്ലല്ലോ. അതിന് അശ്വിൻ, സാർ ഇത്രയും നാളും ഞാൻ ഇവരുടെ കൂടെ നിന്നിട്ടും ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഇത്രയൊക്കെ ചെയ്ത ഇവർക്കിനി എന്റെ സഹായം ആവശ്യമില്ല, അതിനാൽ ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് SP പറയുന്നത്, ഇല്ല അശ്വിൻ, ഇനിയാണ് ഇവർക്ക് നിന്റെ സഹായം ആവശ്യം. എന്തെന്നാൽ പോലീസുകാർക്ക് നേരിട്ട് ഇവരെ സഹായിക്കാൻ കഴിയില്ല, നീ വേണം ഇവരെ സഹായിക്കാൻ. നീ അവരെ ചുമ്മാ സഹായിക്കുകയൊന്നും വേണ്ട, നിന്റെ ആവശ്യം പോലെ തന്നെ ആ ഹാർഡ് ഡിസ്ക് തിരികെ കിട്ടിയാൽ അതിലെ ഡേറ്റാസ് എല്ലാം നീയും കോപ്പി ചെയ്തോ. അങ്ങനെ അവർ SP ഓഫീസിൽ നിന്നും പോവുകയാണ്. അശ്വിൻ ആണെങ്കിൽ അവർ തന്റെ അടുത്ത് നിന്നും ഓരോരോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിൽ നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം അനന്തുവിന്റെ പുതിയ നമ്പറിൽ നിന്നും അഭിരാമിക്ക് കോൾ വരികയാണ്. അങ്ങനെ അവർ മൂന്നുപേരും അനന്തുവിന്റെ അടുത്തെത്തി. അനന്തു അവരോട് തനിക്ക് അഭിരാമിയുടെ കൂട്ടുകാരനാണ് എന്നും പറഞ്ഞ് കോൾ വന്നതും 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞതുമെല്ലാം അവരോട് പറയുകയാണ്. അതിന് അഭിരാമി, ആ വിളിച്ചത് കിരൺ ആകാനാണ് സാധ്യത, അവൻ എന്തിനാണ് ഇനിയും നിന്നെ വിളിക്കുന്നത്, അവൻ ആവശ്യമുള്ളതെല്ലാം കിട്ടിയതാണല്ലോ. അതിന് അനന്തു, ഇല്ല, അവൻ ആ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ആ ഹാർഡ് ഡിസ്ക് അവൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിനൊരു ഡീക്രിപ്ഷൻ കീ വേണം. ആ കീ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ആ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ചെയ്യാൻ കഴിയൂ. ആ കീ ഒരു പെൻഡ്രൈവിലാക്കി എന്റെ കയ്യിലാണുള്ളത്. അന്ന് അവൻ എനിക്ക് പേയ്മെന്റ് ചെയ്യാത്തതിനാലാണ് ഞാൻ ആ കീ കൊടുക്കാതിരുന്നത്. ഈ കീ ഇൻസ്റ്റാൾ ചെയ്യാതെ അവനെ കൊണ്ട് ആ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുകയില്ല. അതേസമയം പ്രകാശ് അനന്തുവിനെ കണ്ടെത്താൻ അയച്ച ആളുകൾ അവിടേക്ക് വരികയാണ്. അതുകണ്ട് അശ്വിനും അഭിരാമിയും ചേർന്ന് അനന്തുവിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷേ അതിനിടയിൽ പ്രകാശിന്റെ ആളുകളുടെ കയ്യിൽ നിന്നും അനന്തുവിന് വെടിയേൽക്കുകയാണ്. അങ്ങനെ അശ്വിനും അഭിരാമിയും എല്ലാം ചേർന്ന് SP-യുടെ സഹായത്തോടെ അർജുനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും നടന്ന കാര്യങ്ങളെല്ലാം SP-യോട് പറയുകയും ചെയ്തു. എന്നാൽ അനന്തുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അനന്തു തന്റെ കയ്യിലുള്ള ഡിസ്ക്രിപ്ഷൻ കീ അഭിരാമിക്ക് കൊടുക്കുകയും ഒപ്പം അഭിരാമിയുടെ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് വിളിച്ച പ്രകാശിന്റെ നമ്പർ അഭിരാമിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അഭിരാമിയും അശ്വിനും എല്ലാം പ്രകാശിനെ ഫോൺ ചെയ്ത് ആ ഡ്രൈവ് തുറക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ കീ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് 1 കോടി രൂപയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഡോളറും പിന്നെ ആ ഹാർഡ് ഡിസ്കിന്റെ ഒരു കോപ്പിയും കൂടാതെ കിരണിനെയും കൂട്ടിക്കൊണ്ടുവന്നാൽ ഈ ഡിക്രിപ്ഷൻ കീ തരാമെന്ന് പറയുകയാണ്. വേറെ വഴിയില്ലാത്തതിനാൽ തന്നെ പ്രകാശ് ആ ഡീലിന് ഓക്കെ പറയുകയാണ്. അതേസമയം അഭിരാമി പറഞ്ഞിട്ട് ഋതിക രാജ്കുമാറിനെ ഫോൺ ചെയ്ത് ആ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ കിരണിന്റെ കൂട്ടുകാരൻ പ്രകാശിന്റെ കയ്യിലാണുള്ളതെന്നും ആ പ്രകാശിനെയും കിരണിനെയും ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ട് തരാമെന്നും പറയുകയാണ്. അങ്ങനെ പ്രകാശും കിരണും അഭിരാമിയെ കാണാനായി എത്തി. അഭിരാമി പ്രകാശിന് ആ ഡിക്രിപ്ഷൻ കീ കൊടുക്കുകയും പകരം 1 കോടി രൂപയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഡോളറും ആ ഹാർഡ് ഡിസ്കിന്റെ കോപ്പിയും വാങ്ങുകയും ചെയ്തു. എന്നാൽ പ്രകാശിന്റെ കൂടെയുള്ള കിരൺ ആണെങ്കിൽ അഭിരാമിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയായിരുന്നു വന്നത്. കാരണം കിരണിന്റെ കയ്യിൽ അഭിരാമിയെ കൊല്ലാനുള്ള തോക്കുമുണ്ടായിരുന്നു. അങ്ങനെ കിരൺ അഭിരാമിയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഋതിക പറഞ്ഞതനുസരിച്ച് വന്ന രാജ്കുമാറിന്റെ വലങ്കൈ റിയാസ് പ്രകാശിനെ ഷൂട്ട് ചെയ്യുന്നത്. അതുകണ്ട് കിരൺ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ റിയാസ് കിരണിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അഭിരാമിയെ പിടികൂടുകയാണ്. അതേസമയം അവിടേക്ക് വന്ന പോലീസുകാർ അഭിരാമിയെ റിയാസിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സിനിമ അവസാനിച്ചു എന്ന് കരുതേണ്ട, ഇനിയാണ് ട്വിസ്റ്റുകൾ. അങ്ങനെ SP അശ്വിനെയും അഭിരാമിയെ തന്റെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അശ്വിനോട് പറയുകയാണ്, നിന്റെ കൂടെയുള്ള ഈ അഭിരാമി ആരാണെന്ന് നിനക്കറിയാമോ? ഇവളുടെ ശരിക്കുള്ള പേര് അഞ്ജലി ചന്ദ്രൻ എന്നാണ്. അഭിരാമി കുട്ടിയായിരിക്കുമ്പോൾ ഖത്തറിലായിരുന്നു ഫാമിലി ആയിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അഭിരാമിക്ക് പൂർണിമ എന്നൊരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു. അഭിരാമി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അഭിരാമിയുടെ അച്ഛൻ മരിച്ചു പോയതാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം അവരുടെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് അഭിരാമിയെയും പൂർണിമയെയും വളർത്തിയത്. അങ്ങനെ ഒരിക്കൽ അഭിരാമിയും അഭിരാമിയുടെ ചേച്ചി പൂർണിമയും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണെന്ന് അറിയില്ലാത്ത 2 ചെറുപ്പക്കാരി പിള്ളേര് അഭിരാമിയുടെ ചേച്ചി പൂർണിമയെ റേപ്പ് ചെയ്യുകയാണ്. ഈ സംഭവം അഭിരാമിയുടെ അമ്മയ്ക്ക് മെന്റലി അഫക്റ്റ് ആയി. അതിനാൽ തന്നെ അഭിരാമിയും അമ്മയും തിരികെ നാട്ടിലേക്ക് തന്നെ വരികയാണ്. അതിനുശേഷം ബന്ധുക്കളുടെ സഹായത്തോടെ അഭിരാമി പഠിച്ച് ഒരു നേഴ്സുമായി. കുറെ നാളുകൾക്ക് ശേഷം അഭിരാമിയുടെ അമ്മയും മരിച്ചു. അതോടെ അഭിരാമി ഒറ്റയ്ക്കാകുകയും ചെയ്തു. അതോടെ അഭിരാമി തന്റെ കുടുംബത്തെ
ഇല്ലാതാക്കിയ ആ രണ്ടുപേരെ തേടിപ്പിടിച്ചില്ലാതാക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കുറച്ചു വർഷത്തെ അന്വേഷണത്തിന് ശേഷം കിരൺ എന്ന ഫേക്ക് ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന അമലിനെ അഭിരാമി കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ കിരണിനെ ഇല്ലാതാക്കാനായി അക്കൗണ്ടൻസി പഠിച്ച് അഭിരാമി കിരൺ ജോലി ചെയ്യുന്ന ഓഫീസിൽ തന്നെ ജോലിക്ക് കയറുകയും ചെയ്തു. ശരിക്കും കിരണിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അഭിരാമി ആ ഓഫീസിൽ ജോലിക്ക് കയറിയതും കിരണിനെ സ്നേഹിക്കുന്നതായി അഭിനയിച്ചതുമെല്ലാം. അങ്ങനെ കിരണിന്റെ ഫോണിൽ നിന്നും കിരണിന്റെ കൂട്ടുകാരനായ പ്രകാശിനെയും അഭിരാമി കണ്ടെത്തി. അതായത് രണ്ടുപേർ ചേർന്നായിരുന്നല്ലോ അഭിരാമിയുടെ ചേച്ചി പൂർണിമയെ റേപ്പ് ചെയ്തത്. അങ്ങനെ കിരണിനെയും പ്രകാശിനെയും ഇല്ലാതാക്കി അഭിരാമി തന്റെ പ്രതികാരം തീർത്തു. ഇതെല്ലാം കേട്ട് അശ്വിന്റെ കിളി പോയിരിക്കുകയായിരുന്നു. അശ്വിൻ എസ് പിയോട് പറയുകയാണ്, സാർ എനിക്ക് ആരെ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം എന്നൊന്നും അറിയില്ല. എസ് പി അഭിരാമിയോട് പറഞ്ഞു, നിങ്ങൾ ആകെ ചെയ്ത ഒരു കുറ്റകൃത്യം എന്തെന്നാൽ ആൾമാറാട്ടമാണ്. അഞ്ജലി ആയിരുന്ന നിങ്ങൾ അഭിരാമിയായി ആൾമാറാട്ടം നടത്തി. എങ്കിലും പോലീസിനു വേണ്ടി നിങ്ങൾ ചെയ്ത ഉപകാരവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച വേദനകളും എല്ലാം വെച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിടുകയാണ്. അതിനാൽ നീ പോയിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അശ്വിനും അഭിരാമിയും അവിടെ നിന്നും പോവുകയാണ്. ഇതോടെ സിനിമ തീർന്നു എന്ന് കരുതണ്ട, ഇനിയുമുണ്ട് ഒരു വലിയ ട്വിസ്റ്റ്. അങ്ങനെ അഭിരാമിയും അശ്വിനും പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ എസ് പിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, സാർ നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത് അഭിരാമിയുടെ ചേച്ചി പൂർണിമയെ റേപ്പ് ചെയ്തത് കിരണും കിരണിന്റെ കൂട്ടുകാരൻ പ്രകാശുമാണെന്നല്ലേ? എന്നാൽ ശരിക്കും അത് ചെയ്തത് കിരണും കിരണിന്റെ കൂട്ടുകാരൻ അശ്വിനും ചേർന്നാണ്. അതെ, നമ്മുടെ ഈ സിനിമയിലെ നായകനായ അശ്വിൻ തന്നെ. ശരിക്കും അശ്വിനും കിരണുമാണ് ക്ലോസ് ഫ്രണ്ട്സ്. രാജ്കുമാറിന്റെ കമ്പനിയിൽ നിന്നും ഡേറ്റ എല്ലാം ചോർത്തി അത് വെച്ച് പണം സമ്പാദിച്ച് മൊത്തമായി സെറ്റിൽ ആകണമെന്ന് വിചാരിച്ചതും അഭിരാമിയുടെ ചേച്ചി പൂർണിമയെ റേപ്പ് ചെയ്തതുമെല്ലാം കിരണിന്റെ കൂടെ കൂടി അശ്വിനാണ് ചെയ്തത്. ആ അശ്വിന്റെ കൂടെയാണ് ഇപ്പോൾ അഭിരാമി പോയിരിക്കുന്നതും. അതറിഞ്ഞ എസ് പി അഭിരാമിയെ ഫോൺ ചെയ്ത് അശ്വിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അശ്വിന് അഭിരാമി സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലായി. അശ്വിൻ പറഞ്ഞു, ചെറുപ്പത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ തേടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതിന് അഭിരാമി, നീ ഇല്ലാതാക്കിയത് എന്റെ കുടുംബമാണ്. അതിന് അശ്വിൻ, അഭിരാമി എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് വേണ്ടത് കിരൺ രാജ്കുമാറിന്റെ കമ്പനിയിൽ നിന്നും മോഷ്ടിച്ച ആ $1 മില്യൺ അത് തന്നിട്ട് നീ പോയിക്കോളൂ. എനിക്ക് രണ്ട് തെറ്റുകളാണ് പറ്റിയത്. ഒന്ന് കിരൺ, മറ്റൊന്ന് നീയ്. കിരൺ എന്നെ പറ്റിച്ച് വേറെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോകാൻ നോക്കി. അതാണ് അവൻ ചെയ്ത തെറ്റ്. പക്ഷെ അതെന്തായാലും എനിക്ക് ഉപകാരമായി. കാരണം അതുകൊണ്ടാണല്ലോ നിന്റെ ചേച്ചി ഇല്ലാതാക്കിയത് കിരണും പ്രകാശും ചേർന്നാണെന്ന് നീയും എസ് പിയും കരുതിയത്. അങ്ങനെ അഭിരാമി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അശ്വിൻ അഭിരാമിയെ പിടികൂടി. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കേബിൾ കൊണ്ട് അശ്വിന്റെ കഴുത്തിൽ കുരുക്കിട്ട് അശ്വിനെ മുകളിൽ നിന്നും താഴേക്ക് അഭിരാമി തള്ളിവിടുകയാണ്. അങ്ങനെ അവിടെ വെച്ച് അശ്വിനും മരിക്കുകയാണ്. അതോടെ ഈ സിനിമയും അവസാനിച്ചു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കൂടാതെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിലും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.